ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പുതിയൊരു പ്ലാന്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് എങ്ങനെ മാറ്റി റീപോർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പോട്ടാണ് കേട്ടോ. നല്ല വായുവാട്ടമുള്ള പോട്ട് എടുക്കാം, പക്ഷേ കൂടുതൽ വലിയ പോട്ട്സ് ഒന്നും ഇതിന് ആവശ്യമില്ല, ചെറിയ പ്ലാന്റുകളാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പോട്ട് മിക്സ് ഇതാണ് കേട്ടോ. മണ്ണും മണൽ, അതേപോലെ തന്നെ ചരൽ മണലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ചരൽ ചേർത്ത മണലും അതേപോലെ സാഫും, ഇത് മാത്രമാണ് കേട്ടോ ഞാൻ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 സംഭവം കൂടെ ചേർക്കാനായിട്ടുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ പോട്ട് മിക്സ് കൊടുത്ത് നട്ടാലുണ്ടല്ലോ ആ പ്ലാന്റ് അടിപൊളിയായിട്ട് വളരും കേട്ടോ. അങ്ങനെ ഞാൻ നട്ടിട്ട് വളർന്നു വന്ന ഒരു പ്ലാന്റും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഹോളുള്ളൊരു ചട്ടി തന്നെ നോക്കിയെടുക്കുക, എന്നിട്ട് അതിന് അടിയിൽ കുറച്ച് ഓട് കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കരിയിലാണ് കേട്ടോ. ഇത് നമ്മൾ എന്തായാലും ഇത് പോട്ട്സിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. കരിയില ഞാൻ ഉപയോഗിക്കാറുള്ളത് തേക്കിലാണ് കേട്ടോ. തേക്കില അല്ലെങ്കിൽ നമ്മുടെ പ്ലാവില, അത് 2 ഇല മാത്രമേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ. വേറെ ചവറുകളൊന്നും ഞാൻ ഉണങ്ങിയ ഇലകളൊന്നും ഇതിലിട്ട് കൊടുക്കാറില്ല കേട്ടോ. കരിയില ഇത് മാത്രമാണ് ഞാൻ അഗ്ലോണിമക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ നമുക്ക് വളർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ചരൽ മണലെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കല്ല് പീസുകളൊക്കെ ഉള്ള മണ്ണലുണ്ടല്ലോ, അതാണ് കേട്ടോ. മണ്ണ് കുറച്ചെടുത്താൽ മതി, മണലാണ് കൂടുതൽ വേണ്ടത്. പിന്നെ നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചത് കേട്ടോ, ഇത് നല്ലൊരു വളമാണെന്ന് അറിയാലോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് വേണം, നമ്മൾ സാഫും കൂടെ ചേർത്ത് വെച്ചതാണ് കേട്ടോ ഈ പോട്ട് മിക്സ്. വേറൊരു വളങ്ങളൊന്നും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു പോട്ട് മിക്സ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്കിതിൽ നിറച്ച് കൊടുക്കാം. പിന്നെ അത് അത്ര വലിയൊരു പ്ലാന്റ് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ബ്ലാക്ക് ക്യാരറ്റാണ് കേട്ടോ. 9 ക്യാരറ്റ് അതേപോലെ 10 ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് 9 ക്യാരറ്റ് അല്ല ബ്ലാക്ക് ക്യാരറ്റ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുട്ടത്തോട് പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും. പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്. ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അത് നടുമ്പോൾ നിങ്ങൾക്ക് പോട്ട് മിക്സും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ക്യാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു പ്ലാന്റുകളും മാറ്റി നടുമ്പോൾ നമ്മൾ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി ചാണകപ്പൊടിയും അതേപോലുള്ള വളങ്ങളൊക്കെ നമുക്ക് മണലും കൂടെ ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ വീണ്ടും ഇട്ട് കൊടുത്ത് ഇത്തിരി മണലും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു വളമായിട്ട് മാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ 2-3 പോട്ട്സുകളും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് പ്ലാന്റുകൾ മാറ്റി നടാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഹോളുള്ള പോട്ട് തന്നെ എടുക്കുക. അതേപോലെ അടിയിൽ ഓട് കഷ്ണോ അല്ലെങ്കിൽ മെറ്റലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ മറക്കാതെ ചെയ്യണം. എന്നിട്ട് നല്ല കട്ടിയിൽ തന്നെ സാഫ് കലക്കിയിട്ട് ഈ പ്ലാന്റിൻ്റെ മുകളിലൂടെ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു തണൽ ഭാഗത്ത് വെച്ചാൽ അത് നന്നായി വേര് പിടിച്ച് കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഈ പ്ലാന്റ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു 9 ക്യാരറ്റിൻ്റെ ഒരു പ്രത്യേകത കണ്ട ഒരു ബ്ലാക്ക് കളറ് തന്നെയാണ്, അല്ല ബ്ലാക്ക് ക്യാരറ്റിൻ്റെ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ നട്ടെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണിത് കേട്ടോ. ഇത് നമ്മളെ 9 ക്യാരറ്റാണ്. ഞാൻ ഇത് നിങ്ങളെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൽ കണ്ടില്ലേ ഒരുപാട് ഷൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നട്ടു കൊടുത്തൊരു പ്ലാന്റാണിത്. അത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് വാങ്ങിക്കുമ്പോൾ. ഇപ്പോൾ നല്ലൊരു പ്ലാന്റായിട്ട് നിറയെ തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അത് 2 ആഴ്ച കൂടുമ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്ലാന്റൊക്കെ അതേപോലെ ഉഷാറായിട്ട് തന്നെ നമുക്ക് വളർന്ന് കിട്ടും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്.
നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ. അതേപോലെ സ്റ്റെമ്മൊക്കെ ഒരു പിങ്ക് കളറാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ 9 ക്യാരറ്റ്. അപ്പോൾ 3 പ്ലാന്റുകളാണ് എൻ്റെ കയ്യിൽ. 3 വെറൈറ്റിയാണ് ഉള്ളത്. 9 ക്യാരറ്റ്, ഇപ്പോൾ ബ്ലാക്ക് ക്യാരറ്റ്, അതേപോലെ 10 ക്യാരറ്റ് കേട്ടോ. 10 ക്യാരറ്റ് കണ്ടോ നല്ല കളറ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. നന്നായി വളർന്നു വരുന്നുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ വേറെ 10 ക്യാരറ്റൊക്കെ. പക്ഷേ ഇത് ഞാൻ നിങ്ങളെ അതിൻ്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3ഉം കൂടെ ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ഈ 3 പ്ലാന്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു പ്ലാന്റ് മാറ്റി നടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്ത ഒരു വീഡിയോയിൽ ഇനി ഞാൻ ഒരു പ്ലാന്റ്, നമ്മൾക്കൊരു മദർ പ്ലാന്റ് കിട്ടിയാൽ അതൊരു വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് അപ്പം തന്നെ അതിന് വേണ്ടത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഒരുപാട് ഷൂട്ട്സുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ തൈകൾ അഗ്ലോണിമ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ എൻ്റെ വീഡിയോക്ക് കമൻ്റായിട്ടും അറിയിക്കാറുണ്ട് ഏത് പോട്ടി മിക്സിലാണ് നിങ്ങൾ പ്ലാന്റ്സുകളൊക്കെ നടാറുള്ളത് എന്ന്. അതേപോലെ തന്നെ പേഴ്സണലായിട്ടും എനിക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ തൈകളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.